8ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലാണ് പേപ്പർ റീസൈക്ലിംഗ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പഠിക്കുന്നത്. ആദ്യം ചെയ്തപ്പോൾ പാളിപ്പോയ കാരണം ആ ആക്ടിവിറ്റിയിൽ മാർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എക്സാം ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കിയപ്പോൾ സംഗതി സക്സസ് ആയി. എനിക്ക് അതിലങ്ങോട്ട് ഇൻട്രസ്റ്റ് കയറിയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ആവശ്യമില്ലാത്ത സകലമാന പേപ്പറും ഉപ്പ് എവിടെയോ മറന്നു വെച്ച ഒരു ബില്ല് വരെ പൊക്കി കൊണ്ടേ പുതിയ പേപ്പറാക്കി. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കോപ്പി അടിച്ച് ജയിച്ച ആൻസർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തില്. കോപ്പി അടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ തന്നെ ഒരു വിഷമായിരുന്നു. അതുകൊണ്ടാ അങ്ങനെ പേപ്പറൊക്കെ അടിപൊളിയായി വന്നപ്പോൾ അടുത്ത സംശയം, ഇത് വെച്ചിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പോഴാണ് രണ്ടാമത്തെ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച്. അപ്പൊ ഒന്ന് അവർക്കൊരു ആർട്ട് വർക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ പെൻസിൽ ഷെയ്ഡിങ്ങിൽ ഒരു നെയിം ആർട്ട് ചെയ്തു. ആദ്യം പെയിന്റ് ഒന്നും ഇടണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ സംഗതി ഉഷാറായി. അങ്ങനെ ഞാൻ വീട്ടിലുള്ള ബാക്കിയുള്ള ഒരു റിലേറ്റീവ്സിന്റെ പേരൊക്കെ വെച്ച് ചെയ്തു. എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതൊരു ബിസിനസ് ആക്കുക എന്നുള്ളതൊന്നും ഒട്ടും വിചാരിച്ചതല്ല. പക്ഷെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ആ ഐഡിയ മൈൻഡിൽ വന്നു. ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി നടക്കണോ, കച്ചറ പറക്കണോ തുടങ്ങിയ ഓരോ കമന്റ്സ് നമ്മുടെ എഫേർട്സ് പോലും മനസ്സിലാക്കാതെ പറയുന്നത് കേൾക്കേണ്ടി വന്നു. പക്ഷെ അതേ ആൾക്കാർക്ക് ചെയ്തെടുത്ത വർക്ക്സിൽ നിന്നാണ് എന്റെ ആദ്യത്തെ പ്രോഫിറ്റ് എനിക്ക് കിട്ടിയത്. ആദ്യം പൂച്ചിച്ചവരുടെ കയ്യിൽ നിന്ന് തന്നെ ആദ്യത്തെ കൈയടി വാങ്ങിയെന്നും പറയാം. എന്റെ സിസ്റ്റേഴ്സും അളിയന്മാരും വർക്കിനുള്ള പെയിന്റ് ഒക്കെ വാങ്ങി തന്നു. പിന്നെ 2 കസിൻസ് ഓർഡർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്തു. വേസ്റ്റ് പേപ്പേഴ്സ് കുഞ്ഞിമ്മ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഫ്രണ്ട്സ് വഴി ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പോലും അറിയാതെ എൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്തവർ പോലും ഉണ്ട്. അങ്ങനെ ഒരുപാട് സപ്പോർട്ടും എൻകറേജ്മെന്റും ഒക്കെ പിന്നെ ഉണ്ടായി. സ്കൂളിൽ സയൻസ് എക്സിബിഷനും ഞാൻ ഈ സംഭവം പ്രസന്റ് ചെയ്തു. ടീച്ചേഴ്സിലും ഇതിനെ എൻകറേജ് ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. പേപ്പർ മേക്കിങ്ങിന്റെ പ്രോസസ്സ് ഇതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഹാഫ് ബക്കറ്റ് പേപ്പറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 3 ദിവസം വെക്കുക. എന്നിട്ട് പിന്നെ ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കുക. കൈകൊണ്ട് നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ആദ്യം കൈ വെച്ചിട്ടും ഹാഫ് ഡ്രൈ ആയതിനു ശേഷം ചപ്പാത്തി റോളറും വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. ഓൾമോസ്റ്റ് 6 ഡേയ്സ് പ്രോസസ് ആണ്. പക്ഷെ പേപ്പർ ഡ്രൈ ആവുന്ന ടൈം തിക്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പേപ്പർ ഡാമേജ് ഉണ്ടോ എന്ന് ലൈറ്റിന്റെ അടിയിൽ വെച്ച് നോക്കാറുണ്ട്. ഡ്രൈ ആവുന്നതിന് മുന്നേ ആണെങ്കിൽ എക്സ്ട്രാ പൾപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും, വെള്ളം കൂടിയതിന്റെ പ്രശ്നമാണെങ്കിൽ. ചിലതൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇടയിൽ ഹോൾ വരുമ്പോഴാണ് അറിയാം. അത് പൾപ്പ് വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഡാമേജ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി പേപ്പറായിട്ട് വന്നെങ്കിൽ അത് വീണ്ടും ക്രംബിൾ ചെയ്ത് അടുത്ത ബാച്ചിന്റെ കൂടെ പുതിയ പേപ്പർ ആക്കും. കുറെ പേപ്പേഴ്സ് മെഷീൻ ഹെൽപ്പ് പോലും ഇല്ലാതെ കീറി മുറിക്കുന്നോണ്ട് കയ്യിൽ മോസ്റ്റ്ലി പേപ്പർ കട്ട് വരാറുണ്ട്. അപ്പൊ ചെയ്യണം എന്നുള്ളവര് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. മാക്സിമം വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യണത്. എക്സ്ട്രാ ചെലവ് വെള്ളം മാത്രമാണ്. അത് വേസ്റ്റ് ആവുന്ന ഒഴിവാക്കാൻ ആ സെയിം വെള്ളം പേപ്പറിന് ഡ്രെയിൻ ചെയ്ത് കളക്ട് ചെയ്ത് വെച്ച് ചെടി നനക്കാനൊക്കെ എടുക്കും. ഈ പേപ്പർ വെച്ച് ചെയ്ത ആർട്ട് വർക്ക്സ് ഒക്കെ എന്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ നോക്കുക. പിന്നെ പുതിയതായിട്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവര് പുച്ഛിക്കുന്നവരുടെ വാക്ക് മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മളുടെ സക്സസ് ആവാനുള്ള സ്റ്റെപ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു എയിം ഉണ്ടായ ഒരു ദിവസം നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. അന്ന് നമ്മൾ പുച്ഛിച്ച ആൾക്കാർ പോലും കൈയടിക്കാനുണ്ടാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അപ്പൊ എന്നാ ശരി, ബൈ.